ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ തമിഴ്നാട്ടിലത്തെ മെറ്റേണിറ്റി പ്രൊസീജിയേഴ്സാണ് കേട്ടോ പറയാൻ പോകുന്നത് ഞാൻ. അപ്പോൾ രാവിലെ തന്നെ പാത്തുട്ടിനെ സ്കൂളിൽ ഡ്രോപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഇവിടെ മെറ്റേണിറ്റിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ പോലും അവർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പാത്തുട്ടീൻ്റെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ്. ഏട്ടനപ്പം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പുറത്തെങ്ങാണ്ട് ഇടാൻ പോയതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം തന്നെ OP രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു റൂമുണ്ട് കേട്ടോ. അവിടെയുള്ള സിസ്റ്റർ പറഞ്ഞു പോയിട്ടൊരു 100 പേജിൻ്റെ നോട്ട്ബുക്ക് മേടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ നോട്ട്ബുക്കൊക്കെ മേടിച്ച് OP രജിസ്ട്രേഷനിൽ എന്തോ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് വീണ്ടും വേറൊരു സ്ഥലത്ത് പോയിട്ട് ക്യൂ നിൽക്കാൻ പറഞ്ഞു. ഹായ്, ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഡോക്ടർക്കാണ്. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് അപ്പം തന്നെ ചെയ്യും, കഴിഞ്ഞു പ്രഗ്നൻ്റ് ആണ്. പിന്നെ ഇന്ന വീക്ക് കഴിഞ്ഞ് വരാൻ പറയും. 3 മാസം എത്തിയാലേ സാക്കും ഹാർട്ട് ബീറ്റും ഒക്കെ കേൾക്കുള്ളൂ. ഇതിപ്പോൾ 4ാമത്തെ പ്രഗ്നൻസി ഉണ്ട്. അപ്പം എനിക്കറിയാമല്ലോ, ഇവിടെ ഒരു സ്ഥലത്ത് പോയി ഡോക്ടർ അപ്പോഴും കാണില്ല കേട്ടോ. നമ്മൾ സ്കാൻ അപ്പോൾ ഡോക്ടറെ കാണാണ്ട് തന്നെയാണ് നഴ്സുമാരുടെ അടുത്തുനിന്ന് BP ഒക്കെ ചെക്ക് ചെയ്തിട്ട് സ്കാനിന് പോയപ്പോൾ പിന്നെ വന്നു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തത്. അതല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു സാക്ക് കാണാൻ എനിക്ക് ഈ കുട്ടീനെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 ആദ്യത്തെ മിസ്കാരേജ് ആയതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ആ പെണ്ണ് പറഞ്ഞു ഏർലി പ്രഗ്നൻസി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ച് പുറത്ത് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറഞ്ഞാൽ എന്തോ സ്കാൻ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എവിടെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു. അതെനിക്ക് അറിഞ്ഞോളൂ, അത് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റും ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ചെയ്യുമായിരിക്കാം, നിങ്ങളെന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞു പുറത്ത്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ എഴുതുന്ന വേറെ നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെടുത്തു പോയി. അപ്പോൾ ആളിങ്ങനെ ഫോളിക് ആസിഡൊക്കെ എനിക്ക് ഫോളിക് ആസിഡ് തരുന്നോണ്ടിരിക്കുന്നുണ്ട് എഴുതി. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി ഈ ബുക്കുമായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ ഒരു ബുക്കിലാണ് എല്ലാ ഡീറ്റെയിൽസും എഴുതുക. അപ്പോൾ ആൾ പറഞ്ഞു നീ ഒരു കാര്യം നീ മറ്റന്നാൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. എൻ്റെ കഴുത്തേണ്ട തൈറോയിഡ് ഇല്ല. എൻ്റെ മീൻസ് ഫസ്റ്റ് പാത്തുവിനെ പ്രഗ്നൻ്റ് ആയി ഡെലിവറി ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്തു ഞങ്ങൾ. ഇത് ഡെലിവറിക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്യുമല്ലോ. ആൾ പറഞ്ഞു ബുധനാഴ്ച രാവിലെ വെറും വയറ്റിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഒന്ന് ചെയ്യാവോ എന്ന് പറഞ്ഞു. റിസൾട്ട് ഇന്നലെ കിട്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സാധാരണ 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടേണ്ടതല്ലോ. അപ്പോൾ ആൾ പറഞ്ഞില്ല, അതിപ്പോൾ നാളെ മറ്റന്നാളെ അങ്ങനെ കിട്ടുള്ളായിരിക്കും. ഇതിപ്പോൾ 1 മണിക്ക് അടച്ചു, ഇപ്പോൾ 1 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. എനിക്കറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടത്. നമുക്ക് മറ്റേ BS ഹോസ്പിറ്റലിൽ പോകണമല്ലോ, പ്രൈവറ്റിൽ തന്നെ പോവാണ്. പിന്നെ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 35 വയസ്സായി, അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് കേൾക്കണം അന്ന് തൊട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആസ്പിരിൻ തരുന്നു. അന്ന് തൊട്ട് ആസ്പിരിൻ കഴിച്ചു. എനിക്കറിയാൻ പാടില്ല, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇതെന്താ സംഭവം എന്ന് എനിക്ക്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്ക് നാട്ടിൽ കാണിക്കട്ടെ അല്ലെങ്കിൽ വേറെ വല്ലയിടത്ത്. ഇത് ഭയങ്കര കൺഫ്യൂസിങ്. ആദ്യം ഞാൻ ചെന്നില്ലേ ഹോസ്പിറ്റലിൽ, ചെന്നപ്പോൾ തന്നെ അവിടെ ഇരിക്കണ ആൾക്കാർ ചോദിച്ചു എന്തേ വന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്, UPT നോക്കിയപ്പോൾ പോസിറ്റീവായി, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. നമ്മൾ തന്നെ പറയണം കേട്ടോ, സ്കാൻ ചെയ്യണോ, കൊച്ചിനെ കാണണോ. കണ്ടാൽ കൊള്ളായിരുന്നു. എനിക്ക് ടെൻഷൻ കൊണ്ട് തിരിച്ചതാട്ടോ. നമുക്ക് ഇവിടുന്ന് അടുത്ത് താഴെ പോകേണ്ട കേസ് ആലോചിക്കണ്ട, നല്ല നാട്ടിൽ തന്നെ പോകും. പിന്നെ വന്നു പാത്തുട്ടീനെ ജനിച്ച മെട്രോപൊളിറ്റനിലാണ് കട്ടക്കട്ടയിന്ന് കാര്യം കഴിഞ്ഞു. എല്ലായിടത്തും എങ്ങനെയാണ് എന്തോ. ഇനിയിപ്പോൾ നമുക്ക് പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്ററിൽ നൊണ്ടിമേട് പോയിട്ട് രജിസ്റ്റർ ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അംഗൻവാടിയിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യില്ലേ, അതേമാതിരി തന്നെ ഇവിടെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുന്നത് ഗവൺമെൻറ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാവുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോഴെല്ലാം അറിയുന്നത് ഇവിടെ എല്ലാ PHCക്ക് പോകണമെന്ന്. PHC ഏതാണ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ കേട്ടോ. ഏട്ടനപ്പം ഇങ്ങനെ ചോദിച്ച് നടക്കുകയാണ്. എന്നോടപ്പോൾ ആൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. കുറേ നേരമായിട്ടും ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ ബേക്കറി പോയിട്ട് നീ വല്ലതും കഴിച്ചോന്ന്. രാവിലെ ഏട്ടൻ കൊണ്ടുവന്ന അവക്കാഡോ ഷേക്ക് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഒരു ഹോർലിക്സ് കുടിച്ചുകൊണ്ടിരിക്കെ ഏട്ടൻ വന്നു. അവൻ വന്നപ്പോൾ ഒരു പുഡിംഗ് കേക്കും കൂടി ഓർഡർ ചെയ്തു. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഈ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലം ആർക്കും അറിയില്ല. ആ ഹോസ്പിറ്റലിലുള്ള സെക്യൂരിറ്റി ലേഡിയുടെ അടുത്ത് ചോദിച്ചിട്ടും അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ചോദിച്ചിട്ടും ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ആംബുലൻസിൽ വന്ന ആംബുലൻസ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട് ബേബി. അത് നമ്മളുടെ ഏരിയയിലേ അല്ല, ഒരു 4 കിലോമീറ്റർ അപ്പുറം മറ്റേ ഊട്ടിയുടെ ലേക്കൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവാം.
അത് കഴിഞ്ഞിട്ട് വേണം ഈവൻ ഓട്ടോക്കാർക്ക് അറിയില്ല, ഫ്രണ്ടില് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള ഓട്ടോക്കാർക്ക് പോലും അറിയില്ല. എന്നിട്ട് പാത്തുട്ടീനെ എടുത്തോണ്ട് വരണം, എന്നിട്ട് വേണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ. നേഴ്സ് എന്നോട് ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ, നീ UPT ചെക്ക് ചെയ്തില്ലേ, അതിന് ഫോട്ടോ അങ്ങാനുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യില്ലേന്ന് ചോദിച്ചു. ഇവിടെ എന്തിനു ചെക്ക് ചെയ്യണം, നീ ഓൾറെഡി ചെക്ക് ചെയ്തില്ലേന്ന്. അതെ, ഇത് ഞാനാ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തേ, UPT ഇതായി എന്റെ പൊന്നോ. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അവർ തന്നെ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്താലും അവർ തന്നെ വീണ്ടും ചെക്ക് ചെയ്തു. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്ത നമ്പർ വേണമെന്ന് പറഞ്ഞു. എന്തായാലും ഇതുവരെ എക്സ്പീരിയൻസ്. ഞാൻ ഇവനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് എനിക്ക് പുറം കഴപ്പ്, പുറം വേദന ഇച്ചിരി കൂടുതലാണ്. അപ്പം അങ്ങനെ കഴച്ചിറങ്ങി. നമ്മളിതാ ഊട്ടി ലേക്കിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ച് പോകണം. ഏട്ടൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് പേര്? ബേബി ഹില്ല, ബേബി ഹോൾ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ. എന്റെ പൊന്നോ, ഇനി ആർക്കെങ്കിലും നൊണ്ടിവേട് ഉള്ളത് വേണമെങ്കിൽ ഞങ്ങൾ സത്യം നാത്തൂന്റെ സമയത്തായാലും ബാക്കി 2 പ്രഗ്നൻസിയുടെ ആയാലും മിസ്കാരേജിന്റെ സമയത്തായാലും നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലേ, കട്ടക്കട്ടീന്ന് ഒരു കാര്യങ്ങൾ പറയും, എല്ലാം അവർ ചെയ്തു തരും. ഇതങ്ങനെയല്ല, ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോയി, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി. പ്രഗ്നന്റ് ആയ ലേഡീസിനെയും ഹസ്ബൻഡ്സിനെയും മാക്സിമം നന്നായിട്ട് കഷ്ടപ്പെടുത്തുക. അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവർക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആക്കി കൂടെ, എന്തിനീ കോംപ്ലിക്കേറ്റഡ് ആക്കണേ. വേറെ സംഭവം, നിനക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പാത്തു നിന്നെ ഇംഗ്ലീഷിൽ ചീത്ത പറയും. അതാണ് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ പ്രശ്നം. പാത്തു സമ്മതിക്കില്ല. സ്കൂള് വേണം, എഡ്യൂക്കേഷൻ വേണം. അവൾക്ക് 2 ദിവസം തന്നെ വീട്ടിൽ ഇരുന്നപ്പോ എന്നെ കൊല്ല ചെയ്തു. അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ തന്നെ. അപ്പൊ അതുകൊണ്ടാട്ടോ പോവാത്തതിന്റെ ഒരു റീസൺ അതാണ്. അങ്ങനെ നോക്കാം എന്താവുന്നു. എനിക്കിന്ന് വലിയ കാര്യത്തിൽ വിശപ്പൊന്നുമില്ല. ഞാൻ ആപ്പിൾ കഴിച്ചു, പിന്നെ അവക്കാടെ ജ്യൂസ് കുടിച്ചു, പിന്നെ ആ ബേക്കറിയിൽ നിന്ന് ഹോർലിക്സ് കുടിച്ചു. അപ്പൊ തന്നെ വയറ് ടീ കേക്ക് കഴിച്ചു. അതൊക്കെ വയറല്ല, ഏകദേശം ഫുള്ളായ വയറ് തന്നെയാണ്. എടാ എത്തുന്നു അതെ, വലിയൊരു കുഞ്ഞിറങ്ങി ലെഫ്റ്റില്. ബെസ്റ്റ്. എടാ ഇവിടെ നിന്നൊന്നും ഒരു കാട് മാത്രാണ്. ലൊക്കേഷൻ ഇട്ട സ്ഥലം അടിപൊളി. നടക്കാണ് വരും. എന്താ ചെയ്യാ? പക്ഷെ അവിടെ ഒന്നും ഒന്നുമില്ലടാ, കാടായിട്ട്. കൊറേ ഊട്ടിപ്പൂ പറിക്കാം. ഈ നിൽക്കുന്ന മഞ്ഞപ്പൂക്കളൊക്കെ ഊട്ടിപ്പൂവാണ് കേട്ടോ സൈഡില്. ഒക്കെ ഇല്ല തോന്നുന്നു, കുറച്ചൊക്കെ ഊട്ടിപ്പൂവാണ്. ഒക്കെ വിളിക്കാൻ പറ്റുമോ? എന്താ ചെയ്യാ? നീ അവിടെ വല്ല റിസോർട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിയാ. ഇങ്ങനെ ഒരു സ്ഥലമാട്ടോ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ എത്തിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യും? എടാ ഇത് വല്ല വീടാ അങ്ങനെ വല്ല നമ്മുടെ നാട്ടിൽ? അതിനെ ചോദിച്ചാ നമ്മുടെ നാട്ടില് വല്ല അംഗനവാടി സെറ്റപ്പ് അങ്ങനെ ആയിരിക്കും. നേരത്തെ പോവാന്നില്ലേ ഇവിടെ പ്രസവിച്ച ആരെങ്കിലും ഉണ്ടാ? ഓയ്യോ, നീ മഹേഷിന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചോക്കേ. അവർക്കാലും ഈ സ്ഥലം മാറി എന്ന് പറയണ്ടായിരുന്നു. അയ്യോ പതുക്കെ പോയി. ഞാൻ എന്ത് പതുക്കെ പോണത്? നീ എന്നെ എന്തിട്ട് ചെയ്യാൻ പറ്റും? പോയടെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ ചോദിച്ചിട്ടില്ല. ഫിംഗർ പോസ്റ്റ് എന്ന് പറയണത്. പക്ഷെ ഫിംഗർ പോസ്റ്റ് ഇവിടെ ഒന്നല്ല.
അയ്യോ എന്തൊരു തലവേദനയാണെന്നറിയോ. തലവേദന മീൻസ് ലിറ്ററലി അതല്ല, വേദനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര തൊന്തരവാണ് കേട്ടോ. എവിടെയൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്തോരം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. എനിക്ക് വയ്യ എന്താ പറയുക, വയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ ക്രാംസ് മാതിരി തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സുഖമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ അതേ പാത്തുവിനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വരണം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ രജിസ്ട്രേഷൻ ഈ പരിപാടികളൊക്കെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കഴിയും. അപ്പം ഇന്നിപ്പോൾ പറ്റിയില്ലെങ്കിൽ നാളെ വീണ്ടും ഇതിനായിട്ട് ഇറങ്ങണം. അതാണ് നമ്മളെന്തല്ലോ മട്ടും നമ്മൾ. അത് ഞാൻ തന്നെ പോകണം കേട്ടോ രജിസ്റ്റർ ചെയ്യാൻ, അതാണ് വേറെ. ഏട്ടന് ദേ എന്തൊക്കെയോ സെർച്ച് ചെയ്ത് വരിക, കിട്ടിയില്ല കേട്ടോ. പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്ത് എന്തൊക്കെയോ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ കിട്ടും കേട്ടോ. കിറ്റാണ് കിട്ടണത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇല്ല. ഏട്ടൻ്റെ ആരോടൊക്കെയോ PHCയുടെ അഡ്രസ്സ് ചോദിക്കാനായിട്ട് പോയിട്ടുണ്ട്. എന്തായി? ആ ഹിന്ദിക്കാരെ സഹായിച്ചു. ഞാൻ വിചാരിച്ചു ഹിന്ദിക്കാർക്ക് അറിയില്ല കേട്ടാ അവിടെ കോട്ടേജ് നടത്തണ. പുള്ളി പറയണേ എന്റെ കൊച്ചൂടെ പ്രസവിച്ചത് ഭാര്യ. അപ്പൊ മുമ്പ് എവിടെ നിന്ന് ഇപ്പൊ കാന്തൽ പോലീസ് സ്റ്റേഷന്റെ അടുത്താണെന്ന് പറഞ്ഞു. അവിടേക്ക് പോയി അത് മാപ്പ് കിട്ടി. എന്റെ തൊട്ടത് ബേബി ഹോൾ എന്ന് പറഞ്ഞായിരുന്നു. തമിഴ്നാട്ടിലെ ആർക്കും അറിയില്ല കേട്ടോ. ഇവരൊന്നും രജിസ്റ്റർ ചെയ്യാറില്ല. അപ്പൊ അല്ല, അത് ഇവരെ ചിലപ്പോ ഭാര്യ സ്വയം പോയി ചെയ്യണ്ടാവും, അത് മൈൻഡും ചെയ്യണ്ടാവില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. സത്യം നമ്മുടെ മാതിരിയല്ല. നമ്മുടെ നാട്ടില് നമ്മളെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ നാട്ടിലിപ്പോ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മളിങ്ങനെ അനങ്ങാണ്ട് ആരെങ്കിലും കൂടെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ അവര് എല്ലാരും തന്നെക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണേ. അപ്പോഴേ എനിക്ക് നമുക്ക് ആ പാമ്പറിങ് യൂസ്ഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ പല നാട്ടിലും പല രീതിയില്. എന്നാലും ഞാൻ നാട്ടിൽ പോകും. ജീസസിന്റെ വണ്ടി 12 മണിയായി. 3/4 മണിക്കൂർ കഴിഞ്ഞാൽ പാത്തുവിന്റെ സ്കൂള് വിടും. അല്ല ആ വണ്ടി കിടക്കണം സ്കൂളിന്റെ. അതൊക്കെ പോയാൽ മതി, 1 മണിയാകുമ്പോ പോയാൽ മതി. അതൊക്കെ ബേബി ഹോള് രജിസ്റ്റർ பண்ண പ്രൈമറി ഹെൽത്ത് സെന്റർ ബേബി ഹോള്. കാന്തൽ റെയിൽവേ അല്ല പോലീസ് സ്റ്റേഷന്റെ അടുത്തല്ല. ഇതൊക്കെ ഏത് റോഡ്? നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഊട്ടിയിലത്തെ പല പല ഊട് വഴികളൊക്കെ കണ്ടുപിടിക്കുന്നത്. കോളനീസ് കുറേ ഉണ്ട് കേട്ടോ ഊട്ടിയിൽ, കുഞ്ഞു കുഞ്ഞു കോളനീസ്. ഇടഞ്ഞപ്പോ അവിടെ പോകുമ്പോ അതല്ലാന്ന് പറയോ, നൊണ്ടിമേടല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഊട്ടി ഒരു ചെറിയ സ്ഥലല്ലേ, ഇവിടെ നൊണ്ടിമേടില് വേറെ എന്തേടാ? അവനേതോ കാടും മലയിലേക്കൊക്കെ കയറി പോകണ്ടല്ലോ. കാറ് കയറ്റാൻ പറ്റുമോ? ഇവിടെ പറ്റും. കാറ് കയറ്റാൻ പറ്റുമോ? ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം സംഭവം. ഇത് വേറൊരു കോളനിയുടെ ഉള്ളിലേക്ക് പോവാ നമ്മൾ. ശരി, പൊക്കോ കുഴപ്പമില്ല. ഓക്കെ, കണ്ടോ ഒരു കുഞ്ഞു കോളനിയുടെ ഉള്ളിലേക്ക് പോവാണ്. ബേബി ഹാളില്ലേ? ഞാൻ നോക്കാം. ഇവിടെ ഒന്നും പാർക്കിംഗ് സാറേ. ബേബി ഹോള് തരില്ല. ചേച്ചിയോട് ചോദിച്ചു ചേച്ചി. ബേബി ഹോള് ഞാൻ പറഞ്ഞു കുഞ്ഞു വഴി അടുത്ത കോളനി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.
കേട്ടോ. അല്ല, കുഞ്ഞു കുഞ്ഞു റോഡ്സ് ആണ് കേട്ടോ, അധികം വീതിയൊന്നും ഉള്ളതല്ല. അപ്പം ഏത് ഇതാ? ഇതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഓ, സ്കൂള് മാറ്റിയാ. എടാ ഇവിടെ എത്ത്, എന്താ നമുക്ക് നടന്നു പോവാം. എങ്ങനെ പറ്റുന്ന ഒന്ന് നോക്കിയേ. പൊക്കോ അവിടെയല്ല ചോദിച്ചപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിൽ പോണം. ഇവിടെ എല്ലാം അങ്ങനെയാട്ടോ, ചോദിച്ചു പോണം. നമ്മള് ഒരാളോട് മാത്രം ചോദിച്ചു നിൽക്കരുത്, എല്ലാരോടും ചോദിക്കണം, കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു പൊതുവെ ഉള്ള ഒരു ഹാബിറ്റ് ആണ്. നമ്മുടെ വണ്ടിയിലും മുന്നിക്കൂടെ ഒരാൾ നടന്നു പോകണമെങ്കിൽ എത്ര ഹോൺ അടിച്ചാലും ആള് മാറില്ല കേട്ടോ. ഈ മഞ്ഞ കളർ ബില്ലിംഗ് എന്ന് പറഞ്ഞത് ഈടാ എന്തോ തമിഴിൽ എഴുതിച്ചിട്ടുണ്ട്. ഇത് വേറൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെക്കില്ല കേട്ടോ, ഒക്കെ തമിഴിൽ എഴുതിക്ക അല്ല. അവിടെ തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ ബേബീനെ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ ആദ്യം ചെന്ന് കണ്ട സിസ്റ്ററോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓരോ ഏരിയയ്ക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള നേഴ്സ് ഉണ്ട്, അവരെ പോയി കോൺടാക്ട് ചെയ്യാൻ. അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ ലേഡി പറഞ്ഞു ഇന്നല്ല, ഇന്നിപ്പോൾ ഇത്രയും വൈകിയില്ലേ, നാളെ വരാനായിട്ട്. നാളെ എന്തോ ബ്ലഡ് ടെസ്റ്റും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രജിസ്ട്രേഷൻ ഡേറ്റ് തീരുമാനിക്കുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത്രയും എഴുതണ നേരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരായിരുന്നു അല്ലേ. എൻ്റെ പൊന്നോ, എനിക്ക് വിശന്നിട്ട് വീട്ടിൽ ചോറുണ്ട്, ചോറും ചമ്മന്തി. അപ്പം അതാണ് എൻ്റെ ഫേവറേറ്റ്. കുഞ്ഞമ്പലം സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ റോഡിൽ ഫുള്ള് ഇങ്ങനെ കോലം വരച്ചിട്ടേക്കാണ്. നമുക്ക് നാളെ വരുമ്പോൾ കാണാമല്ലോ. അങ്ങനെ ഇതാ നമ്മളിതാ ഹെറിറ്റേജ് ഹോളിഡേ ഹോം എൻ്റെ അടുത്താണ്. ഏട്ടൻ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ആർക്കെങ്കിലും ഇവിടെ വന്ന് പ്രസവിക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം വന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇനിയിപ്പോ നേരെ പാത്തുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ട് വിളിക്കാൻ പോവാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഇന്നിപ്പോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. നാളെ എന്നിട്ട് നമുക്ക് കാണാം. എന്താടാ തൊടാൻ പോയിട്ട് എന്ത് ഇഷ്ടാന്നറിയോ, പിന്നെ എടാ പാത്തൂന് എടുക്കുമ്പോഴേ ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പോയിട്ട് ഫോളിക് ആസിഡ് മേടിച്ചോണ്ടോ കേട്ടോ. എൻ്റെ കയ്യിലില്ല, കഴിഞ്ഞ്. അതാ OP രജിസ്റ്റർ ചെയ്യുന്ന അവിടെ തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ ബ്ലഡ് ടെസ്റ്റിനും കൊടുക്കണോ? അവിടെ മുകളിൽ പാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നീ അവിടെ ഇറങ്ങി കൊടുത്തിട്ട് വാ, നാളെ വാങ്ങാം. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ ഇപ്പൊ എനർജി ഉണ്ടായിരിക്കും. എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റാത്തതുണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നും. അത് മുകളിലേക്ക് കയറണായിരുന്നു. അടിയിലെ സെക്യൂരിറ്റി റൂമിന്റെ അവിടെ ഉണ്ട്. ഭയങ്കര വൃത്തിയാടാ. PHCയിലത്തെ കൊള്ളാട്ടോ, നല്ല വൃത്തിയില്, നല്ല പുതിയതായതുകൊണ്ട്. എനിക്ക് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. അങ്ങനെ ഇതാ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. എന്നിട്ട് ഫോളിക് ആസിഡിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഫോളിക് ആസിഡിൻ്റെ കൂടെ പാരസെറ്റമോൾ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അധികം നേരം ഞാൻ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എനിക്ക് പുറം ഇങ്ങനെ കഴിച്ചിറങ്ങും കേട്ടോ. ഞാനതപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ആ ഡോക്ടറോട് പറഞ്ഞു. അവരാണ് കേട്ടോ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നീ പെയിൻ കില്ലറായിട്ട് പാരസെറ്റമോൾ എന്തായാലും എടുക്കണം. പക്ഷെ ഞാനത് വാങ്ങിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലാബിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ബ്ലഡൊക്കെ കൊടുത്തു. അപ്പോഴേക്കും പാത്തുട്ടീനെയും കൊണ്ട് ഏട്ടൻ വന്നു. നോക്കിയിട്ട് സ്റ്റാർ കിട്ടിയത് മിക്കവാറും ദിവസങ്ങളിൽ ടീച്ചർ സ്റ്റാർ വരച്ചു കൊടുക്കട്ടാ. എനിക്ക് തോന്നി ഇവള് തന്നെ ചോദിക്കുന്നതാണ്. എന്തായാലും കീപ്പിട്ടോ. ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല, ഞങ്ങളുടെ അല്ലേ മോള്. ഫ്രീയാ. അവളുടെ അച്ഛനും പിക്നിക്ക് വന്ന പോലെയാ. എനിക്ക് അറിഞ്ഞോട്ടെ, ഇത് ഫുള്ള് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റാണ് പറഞ്ഞത്. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരിക്കണം. ചേച്ചി പറഞ്ഞു എല്ലാം നോർമലാണ്, അപ്പോൾ കൊള്ളും. അടുത്ത പ്രാവശ്യം എപ്പോഴാണ് വരാൻ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ വീട്ടിൽ സ്കാനിങ്. ശരി. അങ്ങനെ എന്നെ ഈ ഒരു സ്കൂളിൻ്റെ പടിവാതിൽക്കലായിട്ട്, സ്കൂളാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ.
അവിടെ ആക്കിയിട്ട് ഏട്ടനും പാത്തും കൂടെ കാറ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കാറ് കുറച്ചങ്ങ് ദൂരെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറണ്ടേ എന്ന് വെച്ചിട്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി തൊട്ടിട്ടുള്ള എൻ്റെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് കേട്ടോ. ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ ആയാലും എന്തിൻ്റെ ടെസ്റ്റിൻ്റെ ആയാലും നമുക്ക് മനസ്സിലാവില്ല. ഡോക്ടർ പറയുന്നതിന് മുമ്പ് എനിക്കത് ടെൻഷനാണ്, എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് 100% എനിക്ക് ഇതുവരെയായിട്ടും ഫുള്ള് ഫേക്ക് ഇൻഫർമേഷൻ കേട്ടോ. എന്നിട്ട് ഞാനത് കേട്ടിട്ട് ഞാനത് വായിച്ചിട്ട് കരയാനൊക്കെ നിൽക്കും. ഇപ്പോഴും ഞാൻ തന്നെ ചെയ്തത്. നമ്മുടെ ജന്മനായുള്ള വാസന നമ്മൾ മാറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ നമുക്ക് 2 മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് വലിയ പേടിയുണ്ടെന്നും നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ധൈര്യമുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ പോണത് അടുത്തത് സ്കാൻ സെൻറ്ററിലേക്കാണ് കേട്ടോ. ഇവിടെ സ്കാനിങ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലേഡി പറഞ്ഞു എന്നോട് പുറത്ത് പോയിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ ലാസ്റ്റത്തെ LMPയുടെ ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവർ പറഞ്ഞു പുറത്തൊന്ന് പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. നോക്കാം എന്താ പറയണേന്ന്. അങ്ങനെ പാത്തുട്ടി അങ്ങനെ ഇരിക്കണം. പാത്തുട്ടി ഇവിടെ ഇന്ന് വാട്ട് ആർ യു ഡൂയിങ് പാത്തു? ഇങ്ങോട്ടേക്ക് ടോയ് നമ്മുടെ ഒരു വീഡിയോ കാണുന്നൊരു ഫാമിലി കൊടുത്തതാണ് കേട്ടോ പാത്തുട്ടിന് ഇന്ന് രാവിലെ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ സമയം 1 മണി. ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നാളെയും ഇത് തന്നെ. അയ്യോ തലവേദന വയ്യ. അയ്യോ ആദ്യത്തെ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ ശീലമായിക്കോളും. ഏട്ടനൊന്നും പറയുന്നില്ല. അവനിങ്ങനെ ദുർഘട ഘട്ടങ്ങളിൽ സംസാരിക്കില്ല കേട്ടോ. ദുഷ്ട ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് മോഷ്ടിച്ച സംഭവം. മോഷ്ടിച്ചതല്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. കോണ്ടോ ആണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഫ്രീ ആയിട്ട് വെക്കണല്ലേ. ഇവിടെ കുറെ സ്ഥലത്തുള്ളതുകൊണ്ട് ഇത് ഇത്ര മോശമാക്കാനൊന്നും ഇല്ല. നിരോധ ഗവൺമെന്റിന്റെ സംഭവം കേട്ടോ. അത് നിരോധ ഇവിടെ ഇതെന്ന് പൊട്ടിച്ച പാക്കറ്റാ. ഓ എക്സ്പയറി എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അല്ല ഊട്ടിയിൽ ആക്ച്വലി വേണ്ട സംഭവമാണ് കേട്ടോ. ഞാൻ OPയിൽ ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ഇങ്ങനത്തെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേ ഏട്ടാ OPയിൽ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. മുന്നത്തെ പ്രഗ്നൻസി, ഇപ്പോഴത്തെ കുട്ടീൻ്റെയോ ഇതൊക്കെ എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അയാൾ എന്നോട് ചോദിച്ചതേ മാരീഡ് ആണോന്ന്. ഞാൻ അതെ എന്ന് പറഞ്ഞു ഓക്കെ. ബിക്കോസ് ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടത് കൂടുതൽ കേസസ് വരുമെന്ന് ഇങ്ങനെ മാരീഡ് അല്ലാത്ത അൺമാരീഡ് മദേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ചോദിക്കാൻ കാരണം. അത് ഞാനും പഠിക്കുന്ന കാലത്ത് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൂറിസ്റ്റായിട്ട് വരുന്നവരൊക്കെ ഇവിടെ അബോർഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നുണ്ട്. അതൊന്നും ലീഗലല്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവർ എടുത്ത് ചോദിക്കും കേട്ടോ മാരീഡ് ആണോ, ഹസ്ബൻഡിനെ വിളിക്കുമെന്നൊക്കെ. ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആ ഹസ്ബൻഡിനൊന്ന് വിളിച്ചേ, ഒന്ന് കാണാനാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ. ആ അമ്മേരെയൊക്കെ കൂടെ വരുന്നവരില്ലേ. ഇവിടെ അങ്ങനെയല്ല, ഹസ്ബൻഡിനെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. ഊട്ടി ടൗണിൽ കൂടെ പോവാണ്. ഈ സമയമായതുകൊണ്ട് എല്ലാവരും സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണതാണ്. അപ്പോൾ അങ്ങനെ പതുക്കെ കുത്തി തിരക്കിയിട്ടാണ് നീങ്ങുന്നത്. Turn left onto Venlock Road. വെൻലോക്ക് എന്തൊക്കെ പേരുകളല്ലേ. ഈ റോഡും കൂടി ശരിയായ ഓക്കെ. ഒരു ഓട്ടോക്കാരൻ വെറുതെ ഏറ് പിടിച്ചിരിക്കുക. അയാളാണ് ഇത്രയും ദൂരം 1/2 കിലോമീറ്റർ വെറുതെ ആള് അവിടെ വണ്ടി ഇട്ടേക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടോ. നാട് റോഡിൽ വെറുതെ ഇങ്ങനെ വണ്ടി ഇട്ടേക്കുന്നു. ഇനി ഇവിടുത്തെ ലോക്കൽസിനോട് ചൂടാവാണ്ടിരിക്കുന്നതാ നല്ലത്. ഈ ഐ സ്കാൻ സെൻറ്ററിൽ വന്നപ്പോൾ അവർ പറഞ്ഞു മറ്റന്നാൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വായോ, 12:30 പക്ഷേ അപ്പോയിൻമെൻറ്റ്. പിന്നെ എന്തിട്ടാണെന്നറിയാം, സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. എടാ 1500 രൂപ. അപ്പോൾ എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ
അപ്പൊ അങ്ങനെ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ട്, നമ്പറല്ല അയാൾ എന്തൊക്കെയോ എഴുതിയെടുത്തിട്ട് പോയി. ഓക്കെ യു സ്ലീപ്പ്. കുറച്ച് നേരം വേണ്ടാണ് കിട്ടി. എനിക്ക് ദേഷ്യം വന്നിട്ട് രാവിലെ തൊട്ട് ഇറങ്ങിയതാട്ടെ പാത്തു എന്തേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഡേറ്റിംഗ് അപ്പോൾ അവിടെ നിന്ന് സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോവല്ലേ. ഹോസ്പിറ്റലിൽ 2 ദിവസം സ്കാൻ നടക്കും. അപ്പൊ അത് വെയിറ്റ് ചെയ്യാം, അത് ജസ്റ്റ് ഡെവലപ്പ് ആവുന്നില്ലല്ലോ. നമുക്കൊരു എനിക്ക് ഉറപ്പല്ലേ, കൺഫേം അല്ലേ. മുമ്പ് പാത്തുണ്ടാവുന്ന സമയത്ത് കൺഫേം ആവാൻ വേണ്ടിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ല ആണോന്ന് അറിയാൻ. ഇത് കൺഫേം ആണ്. ഇത് കുറച്ചൊന്ന് വളരട്ടെ എന്ന് വെച്ചിട്ടാണ്. വളർച്ച ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നോക്കുക. കുറച്ചാളെ ഗവൺമെന്റ് ചെയ്തു, അല്ല പ്രൈവറ്റിൽ പോയി ചെയ്യണ്ട. അത്ര അല്ല പ്രൈവറ്റിൽ പോയിട്ടാണെങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യില്ല. അപ്പൊ അത് അറിയില്ലെന്ന് പറഞ്ഞു, തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞു. പിന്നെ നീ എന്തിനാ നാളെ രജിസ്റ്റർ ചെയ്യാം. അതിട്ട് അവര് പറയും ഫോളിക് ആസിഡ് കഴിച്ച് കുറച്ച് നാൾ ഇരിക്കാൻ, 10-15 ദിവസം. അത് കഴിഞ്ഞിട്ടൊക്കെ സ്കാനിങ് നടക്കണം. ഒരു 60 ദിവസമെങ്കിലും വേണ്ടേ. 50 എത്തിക്കണേ. എങ്കിൽ പിന്നെ നമുക്ക് ഒരു റൗണ്ട് ഡേറ്റ് ആയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരാം. അവര് പറയും അപ്പൊ എടാ പക്ഷെ ഗവൺമെന്റിൽ അതല്ല. ഞാനൊരു ഡോക്ടർ അതെന്തെങ്കിലും ആവട്ടെ, അതല്ല ഞാൻ ഗവൺമെന്റിൽ പോയിട്ട് ഒരു ഡോക്ടറെ പോലും കണ്ടില്ലാന്ന്, ഗൈനക്കോളജിസ്റ്റിനെ. ഏതോ ഒരു ചേച്ചി വന്ന് ഒക്കെ നോർമല, മോള് പൊക്കോന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിയാതെ ഒന്നും നടക്കില്ല. ആദ്യം രജിസ്റ്റർ ചെയ്യട്ടെ നാളെ. എന്തൊരു ടെൻഷനാന്നറിയോ. എനിക്ക് നാട്ടിൽ പോണം. ഭക്ഷണം എന്താ? എനിക്കുള്ളതുണ്ട്, നിങ്ങൾക്കുള്ളത് കഴിച്ചാൽ മതി. ഞാൻ ചോറും ചമ്മന്തിയാ കഴിക്കണേ. എനിക്ക് പ്രഗ്നൻസി എന്തായാലും എനിക്ക് നല്ല സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സിംറ്റംസിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് ചോറ്, നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചോറ്, ചമ്മന്തി, അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ മായി തോന്നുന്നത്. പുറത്തുനിന്ന് ഇന്നിപ്പോൾ ആദ്യമായിട്ട് കഴിച്ചത് മറ്റേ ഹോളിക്സ്. അത് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ചൂട്ടോട് കൂടി കഴിക്കുമ്പോഴേ ഇച്ചിരി തണുപ്പൊക്കെ ഇല്ല ഇവിടെ. പിന്നെ ടീ കേക്കും എനിക്കിഷ്ടമായി. ബാക്കിയൊക്കെ എനിക്ക് മണം വരുമ്പോൾ തന്നെ എനിക്ക് എന്തോ മാതിരിയാണ്. എണ്ണര മണം എനിക്ക് പിടിയില്ല. അതാണ് എനിക്ക് സിംറ്റമായിട്ടുള്ളത്. എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ഇത് എനിക്ക് വയ്യ. എൻ്റെ ഗുരുവായൂരപ്പ അവരെന്തിട്ട് പറയണേ. അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ച. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഇല്ല. അതേടാ പക്ഷെ ഞാനൊരു അമ്മയാ. സാക്ക് മാത്രമേ കണ്ടല്ലോ. ചില സാക്കില് അതായാലും തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇത്രയും ചെറുപ്പത്തില് ഇത്രയും കൊച്ചലായിട്ടുള്ള സാക്കില് ഓൾറെഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. വീണ്ടും അവൾക്ക് വേറെ സ്ഥലത്തോണ്ട് സ്കാൻ ചെയ്യാം. എടാ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും നമുക്കൊരു സ്കാൻ ചെയ്തില്ല. സ്കാൻ ചെയ്ത് പിന്നെന്താ അവരെന്നെ പറഞ്ഞു. കുറച്ച് നാളെ കഴിഞ്ഞാൽ മനസ്സിലാവും. ചേച്ചിയും പറഞ്ഞില്ലേ ഡോക്ടർ. പിന്നെന്താ അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കാം. കാണിക്കാനായിട്ട് ഞാൻ പറയണ പിള്ളേ നമ്മളെല്ലാവരും ഗൈനക്കോളജിസ്റ്റ് ആണോ. അപ്പൊ സ്വന്തം പ്രഗ്നൻസിയിലെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയും. ഭയങ്കര ടെൻഷനാ ഇത്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര റിസൾട്ട് അറിയാണ്ട് അവര് നല്ല ആരോഗ്യം ഉണ്ടായാൽ നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നതിന് പിന്നെ ഞാൻ എന്തിട്ടാ പറയാമെന്നറിയോ, നാളെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡേ 2 ഇന്നലെ ഞങ്ങളെ അസൈൻ ചെയ്ത നഴ്സ് രാത്രി വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നിപ്പോൾ എനിക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ബൊട്ടാനിക്കൽ ഗാർഡന്റെ അടുത്തായിട്ട് വരും, അപ്പൊ അവിടെ എത്തുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത്. ഇന്നലെ പോയ അതേ സ്ഥലത്ത് തന്നെ ഇൻഡിവിജ്വൽ അപ്പൊ ഇവിടെ മറ്റേ അല്ല ബി ഹാളിലാണ് ഇഞ്ചക്ഷൻ. അപ്പൊ നീ അല്ലേ പറഞ്ഞ ബൊട്ടാനിക്കലിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മറ്റന്നാ. എനിക്ക് വയ്യ, ജീവിതം അടുത്ത്. അപ്പോൾ ഡേ 2 പോവാണ്. ഇഞ്ചക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ പ്രഗ്നന്റ് ആയോ അവർക്കൊക്കെ ഒരു ഇഞ്ചക്ഷൻ കിട്ടും. ഇന്നലെ ഞാൻ ചെന്നപ്പോഴും ആ നഴ്സിംഗ് അസിസ്റ്റൻസ് ചോദിച്ചായിരുന്നു എന്നോട് ഇഞ്ചക്ഷൻ അങ്ങനെ കിട്ടിയോന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഇഞ്ചക്ഷൻ എനിക്ക് കിട്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. പലരും രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പം അതിനാണ് പോണത്. അതെന്നാലും ഇന്നലെ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടോ. ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയി റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് അൾട്രാസൗണ്ട് സ്കാനിന് ചെന്നപ്പോഴേ അപ്പം നമ്മൾ വയറ് പൊക്കുമല്ലോ,
വയറുക്കുന്ന പറഞ്ഞാൽ ഡ്രസ്സ് വെക്കുമല്ലോ. അപ്പോൾ ആ പെണ്ണിനോട് ചോദിച്ചു ഇതെന്താന്ന്. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാനൊക്കെ പേടിച്ചു പോയി. സ്ട്രെച്ച് മാർക്സ് എന്താന്ന്. ഞാൻ പറഞ്ഞത് സ്ട്രെച്ച് മാർക്സ് ആണ് എന്ന് പറഞ്ഞു. ഓ നോർമൽ ഡെലിവറി ആയിരുന്നല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എന്ത് ഡെലിവറി ആണെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ലേ. എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ലേ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയിട്ടോ. അപ്പം എനിക്ക് മാത്രമാണ് അത്ര സ്ട്രെച്ച് മാർക്സ് ഒന്നും. പക്ഷെ എൻ്റെ സ്ട്രെച്ച് മാർക്സ് പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇച്ചിരി. അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ വീണ്ടും വിളിച്ചു ചോദിച്ചു അവരെ നേഴ്സിനെ. അപ്പോൾ പറഞ്ഞു ഇന്നലെ പോയ സ്ഥലത്തേക്ക് തന്നെ ബേബി ഹാളിലേക്ക് തന്നെ പോകണം. എന്നിട്ട് അവിടെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഞങ്ങൾക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയോ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതാടാ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം റിസൾട്ടിനനുസരിച്ച് മാത്രമേ നാളെ രജിസ്റ്റർ ചെയ്യുള്ളൂ. അപ്പം നാളെ ഞാൻ എന്താ അപ്പം നീ ഇന്നലെ ഇട്ടത് നീ മറന്നുപോയി. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കുറെ പോയില്ലേ. ഞാൻ രാവിലെ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെനിക്ക് പാലിൽ ബൂസ്റ്റ് ഇട്ട് തന്നു. അതൊരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ തന്നെ നല്ലൊരു സമാധാനം. ആക്ച്വലി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ജസ്റ്റ് എല്ലാ ദിവസവും ഡിഫറെൻ്റ് അല്ലായിരിക്കാം. അപ്പം അങ്ങനെ പാത്തുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി. അവളെ സ്കൂളിൽ കൊണ്ടാക്കണ കുറച്ച് നേരം സമാധാനം. അല്ലെങ്കിൽ പിന്നെ അവളെയും കൂടി ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് അവളെയും കൂടി കൊണ്ട് നടക്കുമ്പോഴേ കൊച്ചിനും പോറടി, കൊച്ചിനും ദേഷ്യം വരില്ല. സ്കൂളുള്ളത് വളരെ നല്ല കാര്യമാണ്. അവൾക്കും സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 12:45 തീരും. അത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. UKG ആകുമ്പോൾ മാത്രമാണ് ഈ 3 മണി വരെ. ദൈവം സഹായിച്ചിന്ന് ഇന്ന് കുറച്ച് എന്തോ ഭാഗ്യത്തിന് വെയിൽ കണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് വെയിലടിക്കുമ്പോൾ. പക്ഷെ ക്യാമറയ്ക്ക് ഗ്ലയർ അടിക്കുന്നുണ്ട്. അതാ എന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കൊന്നും മാപ്പില്ല. അപ്പൊ നമ്മൾ ഏകദേശം ഊഹം വെച്ചിട്ടാണ് നമ്മൾ പോണത്. സൈക്കിളിൽ പോയി പരിചയമുള്ളതുകൊണ്ട് വഴിയൊക്കെ അറിയാം. അല്ല പൊക്കോ. ഇന്നലെ നീ ഗൂഗിൾ മാപ്പിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ലാൻഡ് മാർക്ക് തുടങ്ങി. അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ പോണായിരുന്നു. ഓ അങ്ങനെ. അപ്പൊ നമുക്ക് തപ്പി വീണ്ടും പോവാം. എനിക്കങ്ങനെ വിശക്കണമൊന്നുമില്ല, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എന്താ പക്ഷെ വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലടാ. എന്റെ ഫേവറേറ്റ് ഒരു ഇഡ്ലിക്കട ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാ പറഞ്ഞതായിട്ട്. വെറുതെ പറയാ കട അടച്ചു പോയി, ലോക്കായത്. അപ്പൊ ഞാൻ പറയണ അവര് കറങ്ങാൻ പോയിട്ടുണ്ടാവും. അല്ലടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അവര് 2 ദിവസം ഉണ്ടായില്ല. അവര് എവിടെയും പോയിട്ടുണ്ടാവും. ഇന്നലെ എനിക്ക് കഴിക്കാൻ തോന്നി. ചെറിയൊരു തട്ടുകടയ്ക്ക് ഡെയിലി വരുമാനം ഒരു 10,000 രൂപയുടെ അടുത്ത. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അവിടുത്തെ ഇഡ്ഡലി സാമ്പാറും. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ കഴിക്കാൻ തോന്നില്ല. ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ആ കട അടച്ചിട്ടേക്കാണ്. ഉടി ടൗൺ ഈ സമയത്തൊക്കെ പിന്നെയും കാലി അടിക്കും കേട്ടോ. സ്കൂൾ ടൈമിലൊന്നും വരാൻ പറ്റില്ല. 9 മണി നേരത്തെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ലേറ്റായി. 2 ദിവസമായിട്ട് ലേറ്റ് തന്നെയാണ്. എന്ത് രസാല ആകാശം കാണാനായിട്ടേട്ടാ. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ എടുത്ത് കളയണം. ഭയങ്കര വൃത്തിയാടാ. അതേപോലെ നല്ല ഭംഗിയാക്കണം. നമുക്കേ കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് ചെയ്യാട്ടെ ഈ 3 മാസം കഴിഞ്ഞിട്ട്. നിന്റെ പ്രാന്ത് ഞാൻ കഴിക്കണ്ടില്ല. എടാ നല്ല 3 മാസം കഴിഞ്ഞിട്ട് പാത്തുവിന്റെ ഇതിലായാലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോവാം. നല്ല രസമല്ലേ. ഞാൻ ഫ്രണ്ടിലിരിക്കാം, പാത്ത് ബാക്ക്. ഞാൻ എന്ത് പറഞ്ഞോണ്ടിരിക്കണേ. ഞങ്ങള് പോവട്ടോ ട്രിപ്പിനൊക്കെ. അവൻ വലുതും പറയും ഒരു കൂടെയാണ്. ഞങ്ങളുടെ 2ആളുടെയും ഡ്രീമാണ് ഇങ്ങനെ ലേ വരെ പോകണം. നടക്കുന്നില്ല. ഇല്ല പാത്തുവാണെങ്കിൽ പാത്തുവിനെ ആരെങ്കിലും ഏൽപ്പിച്ച് പോവായിരുന്നു. കുറച്ച് കഴിഞ്ഞു എന്റെ ആഗ്രഹമാണ് ഞാൻ സിംഗിൾ സോളോക്ക് പോവാ. നീ 2 കൊച്ചിയെ നോക്കി വീട്ടിലിരിക്കുക. അവ പോയ തന്നെ. നീ തൊട്ടപ്പുറത്ത് എന്താ പറയാ വീട്ടിലേക്ക് വരെ പോവില്ല. അവൻ തനിച്ച് ഒരു ദിവസം മാറിക്കാരും നീ എന്ത് ബുദ്ധിമുട്ടേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടാ ചെക്ക. ഞങ്ങള് പോവും. ഞങ്ങളിങ്ങനെ കറങ്ങും. പാത്തു എടാ ഇച്ചിരി വലുതായിട്ടുണ്ടെങ്കിൽ ആ പിള്ളേരൊക്കെ നിക്കും അച്ഛൻ്റെ അമ്മേരെയൊക്കെ എടുത്ത്.
PHCയിലെത്തിയപ്പോഴാണെങ്കിൽ അവിടെ ഗംഭീര ക്യൂ. എന്തോരം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നറിയോ. എനിക്കാണെങ്കിൽ വിശന്നിട്ടേ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അങ്ങനെ ഇവിടെ അടുത്തൊന്നും കടകളില്ല കേട്ടോ. ഏട്ടൻ വന്നിട്ട് കുറേ ദൂരെ പോയിട്ട് ഐസ്ക്രീമ് കിട്ടിയുള്ളൂ, അത് മേടിച്ചുകൊണ്ട് വന്നു. ഇത്രയും സ്പീഡിൽ ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടില്ല കേട്ടോ ഈ അടുത്തൊന്നും. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നതാട്ടോ, ഭയങ്കര തിരക്ക്. സമയം 12 മണി. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അവിടെ. ആൾക്കാർ ഇടിച്ചൊക്കെ കയറില്ല, ഗർഭിണികൾ മാത്രമല്ലോ. ഭർത്താവിനെ പോലെ ഉള്ളി കയറ്റില്ല. ഞാൻ ഐസ്ക്രീം കൊടുക്കാൻ എന്നെ ഓടിപ്പിച്ചു. അതെ, എനിക്ക് കുറേ നേരം ഇരുന്നുണ്ടെങ്കിൽ ബാക്ക് പെയിനും, അത് ഞാൻ കുറേ നേരം നിന്നു. അങ്ങനെ ഇവിടെ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞാൽ TT എടുക്കും കേട്ടോ, ടെറ്റനസ്. അപ്പോൾ TT എടുക്കാൻ ഇങ്ങനെ ഡ്രസ്സ് താഴ്ത്തിയപ്പോൾ അവർ പറഞ്ഞു എന്താ മാതിരി ഡ്രസ്സ് ഒന്നിട്ട് ഇങ്ങോട്ട് വരാൻ പാട്ടെ, ചെക്കപ്പിന് വരാൻ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞു ശരി, നെക്സ്റ്റ് ടൈം തൊട്ട് നല്ല കുട്ടിയാവാൻ പറഞ്ഞു. ഇനി ഇപ്പം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ BP ചെക്ക് ചെയ്തു. എന്നിട്ട് റിസൾട്ട് നമ്മുടെ ഭാഗത്തുള്ള സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അവർ നിങ്ങളൊരു റിസൾട്ട് പറയും. അപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ വരണം. നെക്സ്റ്റ് വെനസ്ഡേ വരുമ്പോൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ടുവരണം, അത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഡേറ്റിംഗ് സ്കാൻ, അതായത് 6 വീക്സ് ആയിട്ടുള്ളൂ, എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഡേറ്റിംഗ് സ്കാൻ ചെയ്തിട്ടുള്ള റിസൾട്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിന് പോയാലും മതി. അപ്പോൾ അതൊക്കെ കൊണ്ടുവരണം. നെക്സ്റ്റ് വെനസ്ഡേ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും നിന്റെ സിസ്റ്റർ നമ്മളെ വിളിക്കും, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ടാ കുത്തി എൻ്റെ എൻ്റെ വെയിൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാട്ടോ. എൻ്റെ കൂടെ കാത്തുന്നതിലൊരു കർണാടകയിൽ നിന്ന് വന്ന കുട്ടി ഉണ്ടായിട്ടാ. അവള് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുണ്ടാവും സെയിം 6 വീക്സ്. അവൾക്കും ഒരു മിസ്കാരേജ് ആയിട്ട് വന്നത്. അപ്പോൾ അവൾക്ക് പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അതെ, ജസ്റ്റേഷണൽ സാക്ക് മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഫീറ്റൽ പൂൾ ഡിറ്റക്ട് ചെയ്തിരുന്നില്ല, നീ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങ് ആശ്വസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ സ്ട്രെസ് എടുത്താലാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവുക. എനിക്ക് ഇന്നലെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, സാക്ക് മാത്രമേ കണ്ടുള്ളൂ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു നീ പേടിക്കണ്ട, അത് എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിക്കാനാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പാത്തുവിന് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ അമ്മമാരോട് ഈ സമയത്ത് സംസാരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. അതുകൊണ്ട് ഇപ്പം എനിക്ക് സ്ട്രെസ്സൊന്നുമില്ല. എനിക്ക് പക്ഷെ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വയറിൻ്റെ ഇവിടെയൊക്കെ വേദനിക്കാം. ഇന്നലെ എനിക്ക് വയറിൻ്റെ ഇവിടെയൊക്കെ വേദനിച്ചു. അപ്പം എന്തൊക്കെ ആയിരുന്നു എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി വേറെ വല്ല കോംപ്ലിക്കേഷൻ ആണോ എന്ന് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അപ്പോഴാണ് മനസ്സിലായി വയറ് കത്തിയതാണ്. കഴിക്കാറ് അതിപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. റൂൾസ്. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റിൽ പോലും. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ അല്ലാണ്ട് വേറെ ഒരു നിർവാഹവും ഇല്ല. വെയിറ്റ് ചെയ്യാം. വലിയ കാര്യത്തിൽ പ്രൈവറ്റ് കൂടി പോവാന്നൊക്കെ പറഞ്ഞത് രാത്രി ഒരു കാര്യമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്യാം. സിസ്റ്ററിന് എല്ലാവർക്കും ചീത്ത കിട്ടും. ഭർത്താക്കന്മാരും ഉള്ളിൽ കയറി അപ്പം സിസ്റ്ററിന് ഞങ്ങൾക്കൊക്കെ ചീത്ത കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, അവിടെ ഏറ്റവും മൂത്തത് ഞാനായിരുന്നു, 35 വയസ്സ്. അതൊക്കെ എല്ലാവരും 27, കുഞ്ഞു പിള്ളേർ 26, 20 ആ 2 പ്രഗ്നന്റ് പശുക്കളെ കണ്ട കറക്റ്റ് ഈ ബേബി ഹോളിന്റെ ഫ്രണ്ടിൽ നിന്ന്. അയ്യോ അവര് പോവാണ്ട് എടുക്കാൻ പറ്റില്ല. 2 പ്രസവിക്കാറായി നിൽക്കുക. കറക്റ്റ് കണ്ട PHCയുടെ മുന്നിൽ ഒക്കെ നിൽക്കണ. ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞങ്ങളെ പോലെ തന്നെ പാവങ്ങള്. അങ്ങനെ ഞങ്ങളിനി പാത്തൂര് എടുക്കാൻ പോവാണ്. കഴിച്ചിട്ട് വീട്ടില് ഭക്ഷണമുണ്ട്, എന്നാലും എനിക്ക് വിശക്കണം. നല്ല തൈരും കൂട്ടി ചോറാണ്. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങിക്കാണ്. ഏട്ടനും ഉണ്ട് കേട്ടോ, അത്രയും നേരം വെയിറ്റ് ചെയ്തതല്ലേ പാവം. അപ്പോൾ ഏട്ടനും വിശക്കണം, എനിക്കും വിശക്കണം. എനിക്ക് പിന്നെ വിശപ്പിൻ്റെ വിളിയാണ്. അപ്പോൾ പോവാം. ഞങ്ങളങ്ങനെ ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത്. ഞാൻ മീൽസാണ് പറഞ്ഞത്. പണ്ടേ എനിക്കിഷ്ടമാണ് മീൽസ് കഴിക്കാൻ, ഇപ്പം പിന്നെ കൊതി കൂടി. ഏട്ടൻ പിന്നെ പറയേണ്ടതില്ലല്ലോ, ബിരിയാണി വിട്ട് ഒരു കളിയുമില്ല. ഇതിൽ അവർ വീണ്ടും എഴുതി. അപ്പോൾ PHCയിൽ പോയാലും നമ്മുടെ ഗവൺമെൻറ് ഡോക്ടറെ കാണിച്ചാലും ഈ ബുക്കിൽ തന്നെയാണ് എഴുതുന്നത്. അയ്യോ ഏട്ടാ എനിക്ക് ഫോളിക് ആസിഡ് മേടിക്കണേ. എൻ്റെ ഉണ്ട് സ്ലിപ്പ്, അതൊന്ന് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഭക്ഷണം കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. പതുക്കെ എടുക്കണമല്ലോ, ബിക്കോസ് മുന്നിൽ ട്രാഫിക്കാണ്. എനിക്കിങ്ങനെ ജ്യൂസ്, സ്പെഷ്യലി അവക്കാഡോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെന്താ ഇതിനിങ്ങനെ ഈ പുഡിങ് കേക്ക് അത് അവനെ എന്നെ പഠിപ്പിച്ചു. ഒരു പ്രാവശ്യം കഴിച്ചോളൂ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ബിരിയാണി ചിക്കൻ്റെ ആയ സാധനങ്ങൾ മീറ്റ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഓക്കാനിക്കിന് ഒരു പ്രാവശ്യം ഞാൻ കൊതിയും എനിക്ക് കഴിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഫിഷ് മേടിച്ചിരുന്നു. പിന്നെ അത് വറുത്ത് 2 പ്രാവശ്യം കഴിച്ചപ്പോഴേ എനിക്ക് എന്തോ മതി, പിന്നെ ഞാൻ അത് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ Day 3 അല്ലേ നമ്മൾ രജിസ്ട്രേഷനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, അതായത് ഇവിടെ സെയ്ത്ത് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അവിടെ പോയി തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തു, HIV ടെസ്റ്റ് ചെയ്തു, ഒക്കെ പെർഫെക്റ്റ് ആണ്. എന്നെ വരെ ടെസ്റ്റ് ചെയ്തേ. ഞങ്ങൾ 2 ആൾക്ക് HIV ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്തു. തൈറോയിഡിൻ്റെ റിസൾട്ട് ഇനി ഫ്രൈഡേ കിട്ടുള്ളൂ. പിന്നെ ഡോക്ടറെ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റിനും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ സ്ലിപ്പ് കൊണ്ടുപോകണം. അതുകൊണ്ട് ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്ക് ജസ്റ്റ് ഒന്നവരെ കാണിച്ചാൽ മതി, അവർക്ക് നമ്മുടെ ഹിസ്റ്ററി മൊത്തം അറിയാം. എല്ലാവരും എഴുതി കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ essay മാതിരിയാണ് എന്തൊക്കെയോ എഴുതി കൂട്ടുന്നത്. പിന്നെ ഇവരുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, 2 സ്റ്റേറ്റിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടല്ലോ. എങ്ങനെയാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും കേട്ടോ. റിസൾട്ട് നമ്മൾ ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നോർമലാണെങ്കിൽ അവരൊന്നും മിണ്ടില്ല കേട്ടോ, വെറുതെ ബുക്കിൽ എഴുതിയിട്ട് തരും, പൊക്കോളാൻ പറയും. ഞാൻ ചേട്ടാ ബ്ലഡ് ടെസ്റ്റിലോ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. യൂറിൻ ടെസ്റ്റിലോ? ഇല്ല. എന്തെങ്കിലും കുഴപ്പം വേണോ? ഞാൻ പറഞ്ഞു നോർമലാണോ? നോർമലാണ്. അപ്പോൾ ഞാൻ ശരി. പിന്നെ എന്നിട്ടാ അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു നിനക്ക് വല്ല കംപ്ലയിൻസ് ഉണ്ടോ? ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ശരി പൊക്കോളൂ. ഞാൻ പറഞ്ഞാൽ ശരി. ഇതാണ് ഇവർ പറയാം. അതിപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയാലും ഡോക്ടർ ആയാലും ഇവരിങ്ങനെയാ പറയാ. അവർ നമ്മളുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയില്ല ഇതൊക്കെയാണ് നിങ്ങൾ ഇന്ന മാതിരി ഫുഡ് കഴിക്കണം. ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ എന്നോട്. അപ്പോൾ ഞങ്ങളിതാ രജിസ്ട്രേഷന് വേണ്ടി ട്രൈബൽ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഏതോ ഹാളിലാണ് എന്നാണ് ഞങ്ങളുടെ സിസ്റ്റർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ഇതാണ് കാർഡ്, MCP കാർഡ്. ഇത് അമ്മമാർക്കും പിന്നെ അമ്മമാർക്കുള്ള വാക്സിൻ എല്ലാ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിലുള്ള വാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് തമിഴിലാണ്. അതുകൊണ്ട് എനിക്ക് സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ പേര് വസന്തയാണ്. അങ്ങനെയാണ് ഈ കാർഡ് തന്ന് അപ്പം തന്നെ സിസ്റ്റർ ORS തന്നു കേട്ടോ. എനിക്ക് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കലക്കി കുടിച്ചോളം പറഞ്ഞു. ഡിഹൈഡ്രേഷൻ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. CP കാർഡിൽ കണ്ട കുട്ടിയുടെ വാക്സിനേഷൻ, കുട്ടീനെ എന്തൊക്കെ കുട്ടിയുടെ വെയിറ്റ്. നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കുട്ടികൾക്കുള്ള കാർഡ് കിട്ടണേ. ഇതിവിടെ മുന്നേ കുട്ടി കിട്ടും. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പോഷകങ്ങളാണെന്ന് തോന്നിയോ 6 to 9 months കൊടുക്കേണ്ടത്. എനിക്കിതൊന്നും വായിക്കാറിഞ്ഞൂടാ. പടം കണ്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. കണ്ടാ, ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ സിസ്റ്ററും ഡോക്ടേഴ്സും ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു. ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കില്ല. പിന്നെ എന്തൊക്കെയോ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഞാൻ ഇപ്പോൾ അമ്മമാരുടെ വാക്സിനേഷൻ. അപ്പോൾ ഒരു TT കഴിഞ്ഞു. ഇവിടെ TT എടുക്കണം. TT കഴിഞ്ഞു. പിന്നെ ബാക്കിയൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. ഇനി ഈ കാർഡ് കൊണ്ടുപോയാൽ മതി. ബുക്ക് വേണ്ടല്ലോ. ഈ ബുക്ക് വേണ്ട തോന്നി. എന്നാലും നമുക്ക് ബുക്ക് കൊണ്ടുപോകാം. 2 എടുക്കാം. ഇനി അടുത്തത് പാത്തൂനെ നാട്ടില് റേഷൻ കാർഡിൽ ചേർത്തിട്ടില്ല ഞങ്ങൾ. അപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നിയല്ലേ. അപ്പോൾ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുക. അപ്പോൾ അവൻ വേറെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്ലോഡിങ് അപ്പം നിൽക്കും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെ പുതിയ ആധാർ കാർഡ് നിങ്ങളുടെ റെന്റൽ അഗ്രിമെന്റ് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ആധാർ കാർഡല്ല റേഷൻ കാർഡ് എടുക്കുക. എന്നിട്ട് അതിൽ കുട്ടീനെ ചേർക്കുക. അതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് അവരെന്നെ പറഞ്ഞു കേട്ടോ. ഇവിടെ കുറേ ബെനിഫിറ്റ്സ് കിട്ടുന്നു. പിന്നെ ഇനി ഞങ്ങൾക്ക് പ്രഗ്നൻസി ഇതിൽ ചെയ്യാനുള്ളത് എന്നാ നമ്മുടെ നൊണ്ടിമേട് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ പോവാ. ഒരു 200 രൂപ കൊടുത്തിട്ട് അക്കൗണ്ട് തുടങ്ങുക. എന്നിട്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് പിന്നെ എൻ്റെ നാട്ടിലത്തെ റേഷൻ കാർഡ് വെട്ടണമെന്നല്ല, റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണം അവിടെ. എന്നിട്ട് പിന്നെ എന്നിട്ട് എൻ്റെ പാൻ കാർഡിന്റെ കോപ്പി കൊടുക്കണം. അങ്ങനെയൊക്കെ സിസ്റ്റർ ആ ഭാഗത്ത് വരും സെപ്റ്റംബർ 24 അപ്പോൾ കൊണ്ടു കൊടുത്താൽ മതി എന്നാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഡീറ്റെയിൽസ്. നമുക്കത് കിട്ടി. രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയാ? ഇല്ല, നമ്പർ കിട്ടിയില്ല. ബിക്കോസ് ആധാർ വെച്ചിട്ട് എന്തോ OTP എന്തോ സാധനം ഉണ്ട്. അപ്പം സിസ്റ്ററിന് ഇന്ന് രാത്രി ഞാൻ ട്രൈ ചെയ്യാം, നാളെ രാവിലെയും ട്രൈ ചെയ്യാം. എന്നിട്ട് കിട്ടുമ്പോൾ ഇതിലെഴുതിയാൽ മതി.
ഇതാണ് കാർഡ്. ഇനി കുറേ നാൾ ഈ കാർഡ് നന്നായിട്ട് സൂക്ഷിച്ചേക്കണം. ഒക്കെ തമിഴാ, ഒന്നുമേ പുതിയത് പുതിയല്ല. അതെന്താ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാൽ മതി ഗൂഗിൾ ഇതിന്റെ, അപ്പൊ മനസ്സിലാവും. കൊറേ ഫോട്ടോസും നല്ല കളിക്കുടുക്ക പോലെ കാരണം നല്ല രസമുണ്ട്, കളർഫുൾ ആയിട്ടുള്ള അമ്മമാർക്ക് മനസ്സിലാവും. അമ്മമാർക്ക് മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് വായിക്കാൻ പറ്റില്ല. അവര് പറഞ്ഞ മലയാളികൾക്ക് ഇവിടെ ഒന്ന് പ്രസവിക്കാൻ, നിങ്ങക്ക് നിങ്ങളുടെ സ്ഥലത്ത് പോയി പ്രസവിച്ചായില്ലേ? ഇച്ചിരി ഒരു ഇംഗ്ലീഷും കൂടി എഴുതിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഗ്രാഫൊക്കെ വരച്ചു എനിക്ക് അതില് കൊച്ചിനെ എന്ത് കൊടുക്കണമെന്നൊക്കെ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടത്. എന്തായാലും ഡോക്ടറെ പോകുമ്പോ ഡോക്ടറെ കാണിക്കുമ്പോ ഈ സാധനം കൊണ്ടുപോകണം. പിന്നെ ഇവര് ചോദിച്ചു ഗവൺമെന്റിൽ തന്നെയാണ് പ്രസവിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് നല്ല കാശുണ്ടോ? ഇത് വസതിയായിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വസതിയാ, കാശുണ്ടോ? ഞാൻ ഇല്ല, ഞങ്ങള് ഗവൺമെന്റിൽ തന്നെ പ്രസവിക്കുന്നത്. ഗവൺമെന്റിൽ പ്രസവിച്ചാൽ മതി, അപ്പൊ കുറേ ബെനിഫിറ്റ്സ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എല്ലാവർക്കും എല്ലാം മേടിച്ചു തരാന്ന്. ഞാൻ പറഞ്ഞു താങ്ക് യു പറഞ്ഞു. അവർക്ക് മനസ്സിലായി നമുക്ക് അന്തവും കുന്തവും ഒരു ബോധമില്ല. അവരൊന്ന് അങ്ങനെ ഇനി നേരെ വീട്ടിലേക്കല്ല, ആടാ കത്തണ് എവിടെ നിന്നായാലും മതി. പിന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് മോരുകറിയും ചോറും ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ കഴിക്കാൻ മൂൺലൈറ്റ് മതി. മൂൺലൈറ്റ് അത് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകണമെങ്കിൽ കുറെ സാധനങ്ങൾ മേടിക്കാൻ. മൂൺലൈറ്റ് ചെയ്ത് മാർക്കറ്റിൽ പോകണ്ടേ? ആ ചേച്ചിയുടെ കട കാണുന്നുണ്ടോ? ഇഡ്ലി ചേച്ചിയുടെ അപ്പൊ ഇഡ്ലി കട എവിടെയും കൊണ്ടുവിടാ. എനിക്ക് ഭയങ്കര കൊതിയാ ചേച്ചിയുടെ ഇഡ്ലി കഴിക്കാനായിട്ട്. ഇഡ്ലി കഴിക്കാനായിട്ട് എന്റെ പൊന്നോ. ഇന്ന് രാവിലെ വെള്ളം മാത്രം കുടിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളത്തിന് കൂടെ ഇച്ചിരി പാലും ഇച്ചിരി ബൂസ്റ്റും കൂടി കലക്കി കുടിച്ചു. എനിക്ക് എന്താ പറയാ, ഇത് എനർജി വേണ്ടേ. അത് കഴിഞ്ഞിട്ട് അവൻ ഏവാക്കാഡോ ഷേക്ക് കൊണ്ടുവന്നു, അത് കുടിച്ചു. ഇനി ഇതേ പോയിട്ട് ഇഡ്ലി കഴിക്കും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ കുഴപ്പമില്ല. ഇനിയിപ്പോ എവിടെ ചെന്നാലും ഇതിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വായിച്ചാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വായിച്ചാലും ഈ ബുക്ക് നിർബന്ധമാണ് കേട്ടോ. ഇത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് ചോദിക്കും. ഇതില്ലാണ്ട് അവർ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി അടുത്ത ആഴ്ച ഡോക്ടറെ കാണണം. ഇന്ന് കാണാന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നാള് ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച വരാന്ന്. അപ്പൊ പിന്നെ വീണ്ടും നേരത്തെ പോയിട്ട് കാര്യമില്ലല്ലോ. എടാ റേഡിയോളജിസ്റ്റ് തന്നെയാണ് ഗൈനക്കോളജിസ്റ്റ്. ഐ മീൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന ആള് തന്നെയാണ് ഗൈനക്കോളജിസ്റ്റും എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് എല്ലാ റിസൾട്ടും പൊക്കി പിടിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കൊരു നിർവൃതിയൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ മിനിറ്റ് ഓരോ ടെസ്റ്റിനും ഒരു ഇന്റർപ്രറ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് വല്ല പേടിയുണ്ടെങ്കിൽ ചോദിക്കാം, അപ്പോൾ അവർ ആൻസർ പറഞ്ഞു തരും. പക്ഷേ എന്താവോ. അപ്പോൾ ശരി, ബൈ, സീ യു.